ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുന്നു. പരമ്പരാഗത കാനനപാതയിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചവരെ 40,000-ത്തിലധികം ഭക്തരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയത്. നിലവിലെ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സന്നിധാനത്ത് നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ തിരക്ക് വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് രാവിലെ മുതലേ കാണാൻ കഴിയുന്നത്. ഏകദേശം ഇന്നലെ 1,00,000-ഓടടുത്ത് ഭക്തർ സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങി. 4-4.5 മണിക്കൂറോളം ഇപ്പോൾ വരിയിൽ നിന്നിട്ടുണ്ടാവും. പക്ഷെ എന്നാലും സുഖമാണ്. ഇപ്പോൾ ഇന്നലത്തെക്കാട്ടി ഒരു ഗുണമാണെന്നാണ് നിന്ന് തോന്നുന്നത്. അതെ ആ ദർശനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. സന്തോഷമുണ്ട്. സുഖമായിട്ട് ദർശനം നടത്തി. മലയേറ്റം വളരെ പെട്ടെന്ന് മലയേറ്റം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. സുഖമായിട്ട് കേൾക്കുന്നു. എന്തായാലും ഭക്തരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുഗമമായിട്ട് ദർശനം നടത്താൻ അല്പനേരം കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ സുഗമമായി ദർശനം നടത്താൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. മറ്റൊന്ന്, കാനനപാത വഴി വരുന്ന അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചാണ്. കാരണം രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12 വരെ മാത്രമേ സത്രം വഴി വരുന്ന അയ്യപ്പ ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുകയുള്ളൂ. കഴിഞ്ഞ ദിവസം വന്യമൃഗ ആക്രമണമെല്ലാം തന്നെ ഉണ്ടായ സാഹചര്യത്തിൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ഉൾപ്പെടെ എത്തിയിട്ടുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് സന്നിധാനത്ത് തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും എല്ലാം നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന പ്രധാനപ്പെട്ട വിവരം. മറ്റൊന്ന്, കാനനപാത വഴി വരുന്ന അയ്യപ്പ ഭക്തന്മാർ കുളിക്കുന്ന അല്ലെങ്കിൽ അതിനുശേഷം ഭക്തിയോടെ ചെല്ലുന്ന ഉരക്കുഴി എന്ന് പറയുന്ന പ്രദേശം ഏകദേശം പാണ്ടിത്താവളത്തിനടുത്താണ് ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടം വരുന്നത്. അവിടെ കർശനമായി അങ്ങോട്ടേക്ക് ഭക്തർ പോകരുത് എന്നുള്ള നിർദ്ദേശം കൂടി വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം ആ പ്രദേശത്ത് കഴിഞ്ഞ ദിവസമായി വന്യജീവികളുടെ സാന്നിധ്യം വളരെയധികം കൂടുതലാണ്. ആ കാരണത്താലാണ് ആ പ്രദേശത്തേക്ക് ഭക്തരെ വിലക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഭക്തർക്ക് വരുന്ന വഴിയിലെല്ലാം തന്നെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്.